Defense Counsel, you can cross. Thank you, Your Honor. രാമൻ നായർ, എന്ത് പറ്റി? മുടിയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ. എന്തെണ്ണയാ തേക്കുന്നേ? ഓർമ്മയില്ല. ഓർമ്മശക്തി കുറയും. പ്രായമായി വരികയല്ലേ. വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. ഏത് വാച്ചാ കൈ കെട്ടിരിക്കുന്നേ? HMT. അതും നോക്കാതെ പറയാൻ കഴിയില്ലല്ലേ. ഓർമ്മശക്തി തീരെ കുറവാണല്ലോ. എത്ര മണിക്കാണ് അന്നേ ദിവസം പ്രതിയുടെ കൂടെ പൂവള്ളി എന്ന വീട്ടിൽ പോയത്? 8. 7 ഞാൻ പറയും. കാരണം നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ 7:30 തൊട്ട് 8 മണി വരെയാണ് കറണ്ട് കട്ട്. കൃത്യം 7:30 അന്ന് കറണ്ട് പോയി നിങ്ങൾ ഇറങ്ങാൻ നേരത്ത്. ശരിയല്ലേ? ഓർമ്മ കാണില്ല, പ്രായം കൂടി വരികയല്ലേ. വലിയ ചന്ദനാദി മറക്കണ്ട. മകളുടെ വിവാഹത്തിന് നിങ്ങൾ പ്രതിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച തുക കിട്ടിയില്ലെന്ന് മാത്രമല്ല, തന്നത് തീരെ കുറഞ്ഞും പോയി. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വന്നു. പക്ഷേ ആപത് ബാന്ധവനായി പവിത്രൻ എന്ന ചിട്ടിക്കമ്പനി ഉടമ 50,000 രൂപ തന്ന് നിങ്ങളെ സഹായിച്ചു. എന്താ നേരെ? ശരിയല്ലേ? പക്ഷേ നിങ്ങൾ MK മേനോൻ എന്ന മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. വളരെയേറെ ദുർച്ചെലവുകളുള്ള നിങ്ങളുടെ കയ്യിൽ പണം തന്നയച്ചാൽ അത് വീട്ടിലെത്തിയില്ലെങ്കിലോ എന്ന് ഭയന്ന അദ്ദേഹം നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും നേരത്തെ വീട്ടിലെത്തിച്ചിരുന്നു എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നത് വളരെ വൈകിയാണ്. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ മണപ്പള്ളി പവിത്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിനുള്ള പ്രത്യുപകാരം ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ പ്രത്യുപകാരമാണ് MK മേനോനെ ഈ കേസിൽ പ്രതിയാക്കിയത്. ശരിയല്ലേ? നിങ്ങളാണ് ആ കയ്യുറ പൂവള്ളി എന്ന വീട്ടിൽ കൊണ്ടിട്ടത്. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമൻ നായരെ? ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ്. പവിത്രന്റെ ഉദ്ദേശം പൂർണ്ണമായും നിങ്ങൾക്കറിയില്ലായിരുന്നു. പറയൂ, സത്യം ഞാൻ പറഞ്ഞതല്ലേ? Objection, Your Honor. Defense counsel is intimidating the witness. I may be excused, Your Honor. സാക്ഷി അനുഭവിക്കുന്ന മാനസിക പീഡനത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു വന്നേ ഉള്ളൂ. May I? Yes, you may proceed. Thank you, Your Honor. ഒരുപാട് കാലം കോടതിയിലും വക്കീലാഫീസിലും കഴിച്ചുകൂട്ടിയ നിങ്ങൾ ഒരു സാധാ പോലീസ് സാക്ഷിയുടെ നിലയിലേക്ക് തരം താഴരുത് രാമൻ നായരെ. സാർ പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. സത്യമാണ് സാർ. That's all, Your Honor. സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിക്കേണ്ടിയിരുന്ന ഒരു കൊലപാതക കേസ് SP ആയ താങ്കൾ നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ ഓർഡർ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ്? അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തതിന് ശേഷമുണ്ടായ ആദ്യത്തെ മർഡർ കേസാണിത്. അതിന്റെ പിന്നിലെ കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. തികച്ചും ഔദ്യോഗികമായ താല്പര്യം. നാടൻ പ്രയോഗമുണ്ട്, ഉണ്ട ചോറിന് നന്ദി കാണിക്കുക. അതാണ് ലൈൻ. സമൂഹത്തിനോടും സർക്കാരിനോടുമുള്ള കമ്മിറ്റ്മെന്റ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ലാതെ മണപ്പള്ളി പവിത്രൻ എന്ന സ്വന്തം ചേട്ടനും താങ്കൾക്കും MK മേനോനോടും മകൻ ഇന്ദുചൂടനോടുമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങിയതല്ല. ഈ പോലീസ് ഡോഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ മാറഞ്ചേരി എന്ന വീട്ടിലേക്ക് കയറി ചെന്ന പോലീസ് സ്നിഫർ ഡോഗ് റോസി ആദ്യം കയറി ചെന്നത് ആ വീട്ടിന്റെ ഔട്ട് ഹൗസിലേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. താങ്കളുടെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല. മറന്നുപോയതാണോ അതോ ഒഴിഞ്ഞതോ? കാരണം രാമൻ നായർ, അതായത് PW2 താമസിക്കുന്നത് പത്തായപ്പുര എന്ന് വിളിക്കുന്ന ആ ഔട്ട് ഹൗസിലാണ്. രാമൻ നായർ PW2 ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കഴിഞ്ഞു. പവിത്രൻ, അതായത് നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരമാണ് ആ ഗ്ലൗസ് അവിടെ കൊണ്ടിട്ടതെന്ന്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator.
A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-abiding citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all. ഇന്ദുലേഖ കൊലക്കേസിൽ പ്രതിയായി ഇവിടെ ഹാജരാക്കപ്പെട്ട ശ്രീ എം കെ മേനോൻ ഈ കുറ്റകൃത്യം ചെയ്തുവെന്ന് സാഹചര്യ തെളിവുകൾ നിരത്തി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ കുറ്റം ചാർത്തപ്പെട്ട ശ്രീ എം കെ മേനോനെ ഈ കോടതി വെറുതെ വിടുന്നു. താങ്ക് യു ഡാ. നീ എങ്ങനെ പോലീസിൽ കയറിയടാ? ഇവൻ സ്പോർട്സ് കോട്ടയില് ഇവൻ സ്പോർട്സ് തവളച്ചാട്ടം. ഇവൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ഇല്ലയോ? നരി പച്ചരി ഉണ്ട് പോട്ടെ. അപ്പൊ താങ്ക്സ് മാരാർ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പ് ചെമ്പ് നല്ല പാളിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. ശരി വെച്ചു, അങ്ങനെ മേനോ സാറിന് അനുഗ്രഹം ഉണ്ടാവും. അത് മതിയുടെ എനിക്ക് ഫീസായിട്ട്. അതിലും വലുത് എന്തുണ്ട്? അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ് ഒന്നുണ്ണി. ഓക്കെ ഓക്കെ. തടയണ്ട, അവനെങ്ങ് വിട്. നീ ഒന്ന് തടയാൻ പറ പവിത്ര. ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തനും വരില്ല. എനിക്കറിയാടോ അത്. കാട്ടുകൊമ്പനോട് മല്ലയുദ്ധം പാടില്ല, വാരിക്കുഴി ഒരുക്കണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി. കോടതിയിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചു, അതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇല്ലടാ, അത് പറയാനാ ഞാൻ വന്നത്. 2 വിരല് മതി കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ. ചെയ്യാത്തത് നീ ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം. സെൻട്രൽ ജയിലിലെ ജീവിതം എന്താണെന്ന് നീ അനുഭവിച്ചറിയണം. നിയമത്തിനും പോലീസിനും നിന്നെ പൂട്ടാൻ പറ്റുമോന്ന് ഞാൻ നോക്കും. നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാനൊരു പ്രതിയാണെങ്കിൽ ഒന്നിനു പകരം 10 എണ്ണത്തിന് പവിത്രം കൊടുക്കും. കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റുന്ന ഡമ്മികൾ ഒരുപാടുണ്ട്. എങ്കിൽ അന്ന് ഇന്ദുചൂടന്റെ കോടതി നിന്റെ കേസെടുക്കും. നിയമവും ന്യായാധിപനും ഞാൻ തന്നെ ആയിരിക്കും. കൊല്ലും ഞാൻ. നിന്റെ നെഞ്ചിന്റെ ആഴം ഒന്ന് അളക്കുന്നോ? പോയിന്റ് ബ്ലാങ്കിലാ നിൽപ്പ്. ഒരു ബുള്ളറ്റ് ധാരാളം. എന്താ ചൂടാ? ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കൈയും നെഞ്ചും വിറയ്ക്കുന്നില്ലെങ്കിൽ നീ ആ ട്രിഗർ ഒന്ന് വലിക്കടാ. ഇരുട്ടിൽ ഒരു പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കാണിച്ച ആ വൃത്തികെട്ട കരളുറപ്പ് നിന്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ കാണിക്കടാ. നെഞ്ചിൻ കൂടി ചിതറിപ്പോവും എന്റെ വിരലൊന്നനങ്ങിയാൽ. ചെയ്യുന്നില്ല, ഞാൻ കാത്തിരിക്കും നിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ദിവസം വരെ. നീ ഡമ്മികളെ ഇറക്കി രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ
ഞാൻ വരും, തൂണ് പിളർന്നും വരും. ത്രിസന്ധ്യയിൽ ഉമ്മറപ്പടിയിലിട്ട് നെഞ്ചു കീറി കുടൽമാല പുറത്തിടാൻ സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. സാറിനെ ഒന്ന് കാണാനും വിരോധമില്ലെങ്കിൽ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകാനും വന്നതാ. ചില കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും. ഇതൊരു അറസ്റ്റല്ല, ഒരു നടപടി. നോക്കിയേക്കാൻ സാറിന് വണ്ടിയിലേക്ക് കേട്ടോ. ഞാൻ വരാം.